ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് സിസേറിയൻ എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പ്രസവം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടെ സിസേറിയൻ ആവാനുള്ള കാരണം ഒക്കെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. എനിക്ക് ഫസ്റ്റ് ഇവിടുന്ന് വീട്ടിന് 2-3 ദിവസം മുൻപ് എനിക്ക് ചെറിയ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബ്ലീഡിങ് കണ്ടതിനെ തുടർന്നാണ് ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് പോയത്. അവിടെ നിന്ന് അന്ന് രാത്രി തന്നെ എനിക്ക് വെള്ളം പൊട്ടിപ്പോയി. പിന്നെ ഒരു ഉച്ചയോട് കൂടിയിട്ടാണ് എൻ്റെ 2:30 മണിയൊക്കെ ആയപ്പോഴാണ് എനിക്ക് എൻ്റെ സിസേറിയൻ നടന്നത്. അപ്പോൾ ഇനി അവിടെ നിന്ന് മുതലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ സിസേറിയൻ എന്ന് പറയുമ്പോൾ എനിക്കും സിസേറിയൻ മതി എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. കാരണം എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് സിസേറിയൻ ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് സിസേറിയൻ ആകുമ്പോൾ നമുക്കൊന്നും അറിയണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സിസേറിയൻ കഴിഞ്ഞവർക്ക് അറിയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം വലുതാണെന്നുള്ളത്. നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു വേദനയും കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഇത് രണ്ടും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം സുഖപ്രസവത്തിൽ ആ ഒരു വേദനയും, കാരണം വെള്ളം പൊട്ടിപ്പോയതിനെ തുടർന്നിട്ട് അവർ മരുന്ന് വെച്ചു. സുഖപ്രസവമാക്കാൻ വേണ്ടിയിട്ട് അവർ പരമാവധി നോക്കി. അപ്പോൾ ആ ഒരു വേദന ഞാൻ അനുഭവിച്ചു. ഒരു 9 മണിക്കൂറോളം അനുഭവിച്ചു. അതിന് ശേഷമാണ് ഞാൻ സിസേറിയനിലേക്ക് കടന്നത്. പിന്നെ അവസാനം കുട്ടിക്ക് ഹാർട്ട് ബീറ്റ്സ് കുറവായിരുന്നു, കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ സിസേറിയന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോവുകയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് എന്തിനെങ്കിലും വേഗം കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ചൊരു ആശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും അറിയില്ലല്ലോ എന്നുള്ളൊരു, നമുക്ക് വേദന ഒന്നും അനുഭവിക്കേണ്ടി വരില്ലല്ലോ, ഈ വേദന അവിടെ കഴിയല്ലോ എന്നുള്ളൊരു ആശ്വാസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി. അനസ്തേഷ്യ ഡോക്ടർ പറഞ്ഞു ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ, ഇത് കുറച്ച് നേരത്തെ വേദന ഉണ്ടാവുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. അതിന് ശേഷം അനസ്തേഷ്യയൊക്കെ കുത്തിവെച്ചതിന് ശേഷം ഞാനൊന്നും അറിഞ്ഞില്ല. പിന്നെ അങ്ങനെ മയക്കത്തിലേക്ക് പോവുമായിരുന്നു. പിന്നെ അങ്ങനെ എൻ്റെ സിസേറിയൻ എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കാരണം ഒരു 9 മണിക്കൂറായിട്ട് ഞാൻ വേദന ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇത് കഴിഞ്ഞിട്ട് അനസ്തേഷ്യയൊക്കെ കുത്തിവെച്ചു. അതിൻ്റെ ആ ഒരു ക്ഷീണം കാര്യങ്ങളും ഭക്ഷണം കഴിക്കാത്തതിൻ്റെയൊക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനങ്ങനെ മയക്കത്തിലേക്കും ഒക്കെ പോയി. പിന്നെ എപ്പോഴും ഡോക്ടർ പറയുന്നത് കേട്ടു രാജേശ്വരി പ്രസവിച്ചു, കുട്ടീനെ എടുത്തു എന്ന് പറയുന്നത് കേട്ടു. കുട്ടീനെ എടുത്തു കേട്ടോ എന്ന് പറയുന്നത് എന്നോട് കേട്ടു. പിന്നെ അങ്ങനെ കുട്ടീനെയൊന്നും എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം കുട്ടിക്ക് ഹാർട്ട് ബീറ്റ്സ് കുറവായിരുന്നല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് നേരെ ICUലേക്ക് കുട്ടീനെ മാറ്റിയായിരുന്നു. അങ്ങനെ പിന്നെ അവരും പിന്നെ എൻ്റെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ തുന്നിക്കെട്ടി പിന്നെ എന്നെയും നേരെ ICUലേക്ക് മാറ്റി. പിന്നെ ICUലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് അവിടെയാണെങ്കിൽ എനിക്ക് ഭയങ്കര തണുപ്പ്. എനിക്കാണെങ്കിൽ തണുപ്പ് പറ്റുകയില്ല. പിന്നെ ചൂടുള്ള എന്തോ ഒരു സംഭവം കൊണ്ടുവന്നിട്ട് എൻ്റെ കാലിൻ്റെ അടിയിൽ വെച്ചു. അങ്ങനെ കുറച്ച് ചൂട് ഇങ്ങനെ കയറുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവരോട് പറയുന്നുണ്ടായിരുന്നു, അവിടെ നേഴ്സുമാരോട് പറയുന്നുണ്ട്. അവിടെ ഞാൻ അപ്പുറത്തെ ബെഡിലൊക്കെ കഴിഞ്ഞ് വെള്ളക്കുപ്പി കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ദാഹിച്ചിട്ട് ഇങ്ങനെ തൊണ്ട വരണ്ട് പോകുന്നുണ്ടായിരുന്നു. കൊതിയായി ഒരു തുള്ളി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. കാരണം സിസേറിയന് 6 മണിക്കൂർ മുന്നേ ഭക്ഷണം കഴിക്കരുതെന്നാണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ടും 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളം തരൂ, ദാഹിച്ചിട്ട് വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ നേഴ്സ് പറഞ്ഞു 6 മണിക്കൂർ കഴിഞ്ഞിട്ടേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ ബോധം ആകെ പോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും തൊണ്ട വരണ്ട, ഇനിയും 6 മണിക്കൂർ കഴിയണമെന്ന് പറയുമ്പോൾ ഉള്ളൊരു ഭയങ്കര ഒരു അനുഭവം തന്നെയായിരുന്നു. കാരണം നമുക്ക് ഈ വെള്ളം നമ്മുടെ കൺമുന്നിൽ കണ്ടില്ലെങ്കിൽ നമുക്ക് വിഷയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് അപ്പുറത്ത് ബെഡിൽ ഒരു സ്ത്രീയുടെ അപ്പുറത്തെ ബെഡിൽ അവിടെ വെള്ളം ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കൊതിയാവുകയാണ്. അതെടുത്ത് ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് കൂടുതൽ ദാഹം അങ്ങനെ തോന്നുകയാണ്. കുറേ നേരം ഞാൻ സഹിച്ച് പിടിച്ച് ഇരുന്നു. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ചോദിച്ചു, എനിക്ക് ഭയങ്കര ദാഹമുണ്ട് പറഞ്ഞു. അപ്പോൾ ഒരു തൊണ്ട നനയ്ക്കാനായിട്ട് കുറച്ച് തരാൻ പറഞ്ഞു. എന്നിട്ട് കുപ്പിയുടെ അടപ്പിൽ കുറച്ച് വെള്ളം അങ്ങനെ തന്നു. എന്നിട്ട് അത് കുടിച്ചപ്പോഴും
ഈ ദാഹം മാറുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തിരി ഒരു ആശ്വാസം കിട്ടി, ഒരു തൊണ്ടയ്ക്കൊരു നനവ് കിട്ടിയപ്പോൾ ഇത്തിരി ഒരു ആശ്വാസം കിട്ടി. അങ്ങനെ കഴിഞ്ഞ് പിന്നെ അതും കഴിഞ്ഞ് പിന്നെയും കുറേ നേരം നമ്മൾ ICUയിൽ അങ്ങനെ കിടന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ദാഹിച്ചു. വീണ്ടും ഞാനിതുപോലെ ചോദിച്ചു. അപ്പോഴും അവർ 2-3 പ്രാവശ്യം അവരങ്ങനെ കുപ്പിയുടെ അടപ്പിൽ മാത്രമേ തൊണ്ട നനയ്ക്കാനായിട്ട് അങ്ങനെ തന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അവനങ്ങനെ രാത്രിയായിരുന്നു, രാത്രിയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ രാവിലെ ആയപ്പോഴേക്കും സിസ്റ്റർ വന്നു. അപ്പോൾ കുട്ടിയുടെ വിവരങ്ങളൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. കുട്ടിക്കൊന്നും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ആദ്യത്തെ മറ്റേ പാലെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മഞ്ഞപ്പാൽ അത് കുട്ടികൾക്ക് കൊടുക്കണം, ഫസ്റ്റ് കൊടുക്കണം അല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്ത് പിന്നെ എനിക്ക് ഇന്ന് വാർഡിലേക്ക് മാറ്റും എന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ അവർ മൂത്രത്തിൽ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ എടുത്ത് മാറ്റി. പിന്നെ എനിക്ക് ചായയൊക്കെ കൊടുന്നു തന്നു. പക്ഷേ ഞാനിങ്ങനെ കാലൊക്കെ ഇങ്ങനെ അനക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. ആ സിസേറിയൻ കഴിഞ്ഞ സമയത്ത് ഞാൻ കാലനക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ICUവിലെത്തിയ സമയത്ത് എനിക്ക് നല്ല ബോധമൊക്കെ വന്നൊക്കെ കാലൊക്കെ അനക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കാല് ഒന്നും അനങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ എനിക്കിനി കാലനക്കാൻ പറ്റില്ലായിരിക്കുമോ, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പതിയെ സിസ്റ്റർ പറഞ്ഞു അത് പതിയെ ശരിയാവും, മെല്ലെ ശരിയാവുള്ളൂ പറഞ്ഞു. പിന്നെ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും കുറച്ചൊക്കെ ഇങ്ങനെ അനക്കാൻ പറ്റി. കുറച്ച് ഇതായി കാലങ്ങനെ അനങ്ങാനും ഇതിനൊക്കെ തുടങ്ങി. പിന്നെ അങ്ങനെ എന്നെ വാർഡിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഈ സിസേറിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേദന, അതുവരെ നമ്മൾ ബെഡിലിങ്ങനെ ഒരേ കിടപ്പ് തന്നെയാണല്ലോ, നമ്മളൊന്നും അറിയുന്നില്ലല്ലോ, ഒരേ കിടപ്പ് തന്നെയാണ്. പിന്നെ എന്നെ സ്ട്രെച്ചറിൽ പിടിച്ചിരുത്തുമ്പോഴൊക്കെ ഞാൻ അവിടെ നിന്ന് എണീക്കുമ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് എനിക്ക് വേദന ഉണ്ടായിരുന്നു. കാരണം സുഖപ്രസവമാകുമ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു സാധാരണ പോലത്തെ ആയി എന്നാണ് ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ളത്. സിസേറിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ആ ഒരു സമയത്ത് ഇത് നമ്മൾ അറിഞ്ഞില്ലെങ്കിലും പിന്നീട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ലതായിട്ട് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ചെരിഞ്ഞ് കിടക്കാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. കിടന്നു കഴിഞ്ഞാൽ തന്നെ എണീക്കാനും ഒക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എന്നെ വാർഡിലേക്ക് മെല്ലെ മാറ്റി കഴിഞ്ഞ് പിന്നെ അവിടെ അപ്പോഴും കുട്ടീനെ എൻ്റെ അടുത്തേക്ക് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. കുട്ടി ICUയിൽ തന്നെയായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കൂടെ ചെന്ന് നിന്നിരുന്ന ചേച്ചിയായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു കുറേശ്ശെ അങ്ങനെ മെല്ലെ നടന്ന് തുടങ്ങിയാലാണ് വേദന കുറയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ പതിയെ നടക്കാനും ഒക്കെ തുടങ്ങി. പിന്നെ 3-ാമത്തെ ദിവസമാണ് കുട്ടീനെ എൻ്റെ അടുത്തേക്ക് എത്തിച്ചത്. അതുവരെ കുട്ടി ICUയിലായിരുന്നു. അപ്പോൾ കുട്ടീനൊക്കെ മറ്റേ കിട്ടുകയെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു. അതുവരെയൊക്കെ നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മൾ ഇത്രയായിട്ട് നമ്മൾ കുഞ്ഞിനെ ഒരു നോക്ക് നമ്മൾ ഇത്രയും ആയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കുട്ടീനെ കൊണ്ടുവരാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ചേച്ചി എന്നിട്ട് പോയി കുട്ടീനെയൊക്കെ കൊണ്ടുവന്ന് അടുത്ത് കിടത്തിയപ്പോഴും ഒക്കെ പിന്നെ ആദ്യത്തെ നമ്മൾ ഒരു മുലപ്പാലൊക്കെ കൊടുക്കുന്ന സമയത്തും ഒക്കെ ഉള്ളൊരു ഇതുണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയൊരു നല്ലൊരു അനുഭവമായിരുന്നു അത്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എൻ്റെ സിസേറിയനിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പതിയെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. രാത്രിയൊക്കെ ഞാൻ കാരണം ചേച്ചിക്ക് അധികം ഉറക്കമുണ്ടായില്ല. അപ്പം ഞാൻ ചേച്ചിയോട് നീ അവിടെ കുട്ടിയെടുത്ത് കിടന്ന് ഞാൻ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയും എത്രയും പെട്ടെന്ന് എനിക്ക് വീട്ടിലെത്തണം എന്നായിരുന്നു ഉള്ളൊരു ചിന്തയായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പതിയെ ഞാൻ നടക്കാനൊക്കെ തുടങ്ങി. ഹോസ്പിറ്റലിൽ എപ്പോഴും നടന്നിട്ട് അങ്ങനെ പെട്ടെന്ന് ഡിസ്ചാർജ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതലും ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ വേദന ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ കൂടുതലായിട്ടും എൻ്റെ ഒപ്പം സിസേറിയൻ കഴിഞ്ഞ് പിള്ളേരൊക്കെ അവിടെ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ വേദന കാരണം കൊണ്ട് അധികം നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എണീറ്റ് നടക്കും. ഞാനും വേറൊരു മുസ്ലിം പെൺകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പെൺകുട്ടി ഞങ്ങൾ 2 പേരും കൂടി നടക്കും. അങ്ങനെയായിരുന്നു എൻ്റെ സിസേറിയൻ എക്സ്പീരിയൻസ് കേട്ടോ. അപ്പോൾ പിന്നെന്താ, അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പിന്നെ അവിടെ നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആരോഗ്യ ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കാരണം കൊണ്ട് നമുക്ക് വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ അതൊന്നും എടുക്കുമല്ലോ. അപ്പോൾ അതുള്ളതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഒരു സിസേറിയൻ അനുഭവം. പിന്നെ രണ്ടാമതും സിസേറിയനിലേക്ക് തന്നെയാണ് ഞാൻ പോവാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ആദ്യത്തെ പ്രസവത്തിന് എനിക്ക് സിസേറിയൻ അത്ര എനിക്ക് പേടിയുണ്ടായിരുന്നില്ല. കാരണം അവരിങ്ങനെ പറഞ്ഞ് നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ലല്ലോ. പിന്നെ അത് അനുഭവിച്ച് കഴിഞ്ഞാലല്ലേ നമുക്ക് കൂടുതൽ അതിൻ്റെ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കൂടുതലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അറിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമതൊരു സിസേറിയനിലേക്കും കൂടി ഞാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും പേടിയൊക്കെ എനിക്കുണ്ട്. കാരണം വീണ്ടും നമ്മൾ ആ ഒരു വേദനയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ എങ്കിലും ആ വേദന നമ്മൾ അനുഭവിക്കേണ്ടി വന്നാലും നമ്മുടെ കുഞ്ഞ് നമ്മുടെ അടുത്ത് എത്താൻ പോകുമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ എൻ്റെ ഒരു സിസേറിയൻ അനുഭവം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഞാൻ പ്രഗ്നൻസിയിൽ തന്നെ വേറെ മറ്റനുഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.